മറ്റേ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതിൽ അറ്റാക്കും ഡിഫെൻസും രണ്ട് ഇതായിട്ടാണ് വരുന്നത്. അറ്റാക്കിൽ വന്നിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്: ഡിഫെൻസീവ്, അറ്റാക്കിങ്, ആങ്കറിങ്. ഡിഫെൻസീവ് എന്നുള്ളത് നമ്മൾ ഏത് പ്ലെയറിന് ഇട്ടാലും ആ പുള്ളി ഡിഫെൻസീവ് മാത്രമേ നോക്കുള്ളൂ. ഇത് നമുക്കൊരു സെൻറ്റർ ഫോർവേഡിന് വേണമെങ്കിലും ഇടാം. നമുക്കിപ്പം ഗോളൊക്കെ ലീഡായി നിൽക്കുകയാണ്, അപ്പോൾ നമുക്ക് അറ്റാക്കിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇപ്പോൾ ഷെൻചാക്കോനെ ഡിഫെൻസ് ഇട്ടാൽ ഷെൻചാക്കോ കൂടുതൽ ഡിഫെൻസിങ്ങിൽ നോക്കും. അത് ആർക്ക് വേണമെങ്കിലും ഇടാം. അറ്റാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം കളി ജയിച്ചേ പറ്റൂ, നമുക്കൊരു CBനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കണം, അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ നമ്മളത് ഏതെങ്കിലും ഒരു പ്ലെയറിന് ഇട്ട് കഴിഞ്ഞാൽ പുള്ളി ഡിഫെൻഡ് ചെയ്യാണ്ട് അറ്റാക്കിന് വേണ്ടി കയറിപ്പോകും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നുള്ളത് ആങ്കറിങ്. ഇത് മോസ്റ്റ്ലി വന്നിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇടാം. പക്ഷേ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ നമ്മളൊരു CFന് ഇടണം. CFനാണെങ്കിൽ ചില പ്ലെയേഴ്സ് നമ്മളൊരു വിങ്ങേഴ്സിനെയൊക്കെ CF ആയിട്ട് ഇടും. അപ്പോൾ പുള്ളിക്കാരൻ്റെ പവർ കൂടുതൽ ലൈക്ക് റൈറ്റ് വിങ്ങറാണ്, പക്ഷെ നമ്മൾ CF യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി ചിലപ്പം വിങ്ങിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോകാണ്ടിരിക്കാൻ നമ്മൾ ആങ്കറിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പുള്ളി നേരെ പോവുള്ളൂ. അത് ഏത് പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത് ആ പൊസിഷൻ മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതാണ് ആങ്കർ. അപ്പോൾ അറ്റാക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ ഡിഫെൻസ് പറഞ്ഞുതരാം. ഡിഫെൻസിൽ വന്നിട്ട് 4 ഓപ്ഷനുണ്ട്. ഈ ടൈപ്പ് മാർക്കിംഗ്, മാൻ മാർക്കിംഗ് നമുക്ക് പോപ്പ് ഔട്ട് ആവണമെങ്കിൽ അത് ഗെയിമിലായിരിക്കണം. ഗെയിമിൽ നമ്മൾ ഏതെങ്കിലും ഓപ്പണൻറ്റിൻ്റെ പ്ലെയറിനെ നമ്മുടെ ഒരു ഡിഫൻഡറുമായിട്ട് ഇതാക്കിയാൽ നമുക്ക് ഏതെങ്കിലും ടൈറ്റ് മാർക്കിങ്ങിൽ വന്നിട്ട് ഏതെങ്കിലും ഒരുത്തനെ നമുക്ക് ടൈറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഓപ്പണൻറ്റിൻ്റെ മെയിൻ CF ഒക്കെ ഉണ്ടെങ്കിൽ അതിനിട്ട് കൊടുക്കാവുന്നതാണ്. മാൻ മാർക്കിംഗ് മെയിൻലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു CBക്ക് ഇടാതെ വിങ്ങറായിട്ടുള്ള ആർക്കെങ്കിലും ഇടുക. ഇപ്പോൾ ഓപ്പണൻ്റ് ഒരു വിങ്ങേഴ്സിന് യൂസ് ചെയ്ത് കളിക്കുന്നതാണെങ്കിൽ നമ്മൾ നമ്മുടെ വിങ് ബാക്കിന് അവരുടെ റൈറ്റ് വിങ് ഫോർവേഡ് ഇപ്പോൾ മെസ്സി ആണെങ്കിൽ LB വരുന്ന മാൽദീനിനെ പോലെ ഒരു പ്ലെയറിനെ വെച്ചിട്ട് മാൻ മാർക്ക് ചെയ്യുന്നതായിരിക്കും. അത് വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും. CB ആയി ഇട്ടുകയാണെങ്കിൽ CB ഈ മാൻ മാർക്ക് ചെയ്യുന്ന CFന് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡിഫെൻസ് പൊട്ടും. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ കൗണ്ടർ ടാർഗറ്റ് ഇടുന്ന പ്ലെയർ ആരായാലും ആ പുള്ളിക്കാരൻ ഇറങ്ങി വരില്ല. ഇപ്പോൾ നമ്മളൊരു മിഡ്ഫീൽഡറിനെ കൗണ്ടർ ടാർഗറ്റ് ഇട്ടാൽ പുള്ളീൻ്റെ മെയിൻ ഇതൊക്കെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകാന്നുള്ളൊരു ഇതായിരിക്കും. അല്ലാണ്ട് ഡിഫെൻസീവിലായിട്ട് ഒന്നും ചെയ്യാൻ വരില്ല. അതേപോലെ സ്റ്റാമിന സേവ് ആവും. പുള്ളിക്കാരൻ അറ്റാക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സ്റ്റാമിന കളയില്ല. സ്റ്റാമിനയൊക്കെ കുറഞ്ഞ് ഡിഫെൻസീവ് എബിലിറ്റിയൊക്കെ ഇല്ലാത്തൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ പുള്ളി അവിടെ മുന്നിൽ തന്നെ നിൽക്കും, അറ്റാക്കിന് മാത്രം ഇത് കൊടുക്കും. ഡീപ്പ് ലൈൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഓപ്ഷനാണ് ഡീപ്പ് ലൈൻ. അത് വന്നിട്ട് നമ്മളൊരു ആങ്കർമാൻ പോലത്തെ പ്ലെയറിനൊക്കെ ഡീപ്പ് ലൈൻ ആർക്കും ഇടാം. പ്രത്യേകിച്ച് ആങ്കർമാൻ ഒരു ഡിഫെൻസിൽ കൂടുതൽ ഇത് കൊടുക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ ഡീപ്പ് ലൈൻ ആങ്കർമാൻ പോലത്തെ ഒരു പ്ലെയറിന് ഇടുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ CB ഉള്ള പോലെയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ നമ്മൾ ലീഡിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഡീപ്പ് ലൈൻ ഇട്ട് 2 മിഡ്ഫീൽഡറിന് ഇടുകയാണെങ്കിൽ നമുക്കൊരു 2 എക്സ്ട്രാ CB വരുന്ന പോലെ 2 പേരും ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. ഇതോടെ നിങ്ങൾക്ക് ഈ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ.